അതിനിടയിൽ ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വിവരം, ഇറാന്റെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നേരത്തെ ഇന്ത്യ ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ചതാണ്. ഒരു രാജ്യത്തിന്റെയും പരമാധികാരത്തിനുമേൽ കടന്നു കയറാൻ പാടില്ല എന്നുള്ള നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആശങ്കാജനകമായ സാഹചര്യമാണ് എന്നുള്ളത് ഇന്ത്യ വ്യക്തമാക്കി. തൊട്ടുപിന്നാലെ ഇപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും ഒപ്പം ഇറാൻ വിദേശകാര്യമന്ത്രിയും സംസാരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഇറാനെതിരായ ആക്രമണങ്ങളെ പാകിസ്ഥാൻ ശക്തമായി അപലപിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെതിരായ ആക്രമണങ്ങളെ പാകിസ്ഥാൻ കൂടി ഇപ്പോൾ അപലപിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് കൂടിയാലോചനകൾ, ആശയവിനിമയങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. മറുഭാഗത്ത് ഇപ്പോൾ ആക്രമണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഒരു ഭാഗത്ത് അമേരിക്കയും ഇസ്രായേലുമാണ്, മറുഭാഗത്ത് ഇറാനാണ്. അമേരിക്കൻ നീക്കത്തെ, ഇസ്രായേൽ നീക്കത്തെ ലോകരാജ്യങ്ങൾ അപലപിക്കുന്നുണ്ട്. ഇറാന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ലോകരാജ്യങ്ങളുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിലാണ് ഫ്രാൻസ് അടിയന്തരമായി UN സുരക്ഷാ സമിതി യോഗം വിളിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തരമായി UN സുരക്ഷാ സമിതി യോഗം ചേരാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലാണ് UAE-യിൽ ഒരിടത്തുകൂടി ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നത്. പാം ജുമറയിൽ ഉണ്ടായ ആക്രമണം സംബന്ധിച്ച റിപ്പോർട്ടുകൾ. അവിടെ അതൊരു ദ്വീപ് സമൂഹമാണ്, കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ദ്വീപ് സമൂഹം ഉള്ള ടൂറിസ്റ്റുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ്, ഒരു ടൂറിസ്റ്റ് ഏരിയയാണ്. അവിടെ ആക്രമണം ഉണ്ടായെന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതിൽ 4 പേർക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യമാണ് നേരത്തെ അവിടെ നിന്ന് മുഹമ്മദ് റഹീസ് റിപ്പോർട്ട് ചെയ്തത്. അടുത്ത ഘട്ടത്തിലേക്ക് ആക്രമണങ്ങൾ കടക്കുന്നു എന്നുള്ള സൂചന ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ വിമാനങ്ങൾ ഇപ്പോൾ റദ്ദ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഒട്ടേറെ പ്രവാസികൾ അവരുടെ മടക്കയാത്രയ്ക്കായി വിമാനത്താവളങ്ങളിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ റദ്ദ് ചെയ്തു എന്നുള്ള കാര്യം അറിയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു വിവരം അവിടെ നിന്നുള്ള 22 വിമാനങ്ങൾ ഇതിനോടകം റദ്ദ് ചെയ്തിട്ടുണ്ട് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട്. അതിൽ 12 വിമാനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ടതാണ്, 10 വിമാനങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരേണ്ടതാണ്. അങ്ങനെ 22 വിമാന സർവീസുകൾ കൂടി റദ്ദാക്കി എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.